അരക്കില്ലം കത്തിച്ചപ്പോൾ പാണ്ഡവർ ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് ഒരു വനത്തിലെത്തി. നിലത്തു വിശ്രമിച്ച അവരെ അസുരനായ ഹിഡുംബൻ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കണ്ടു. അയാൾ തന്റെ സഹോദരി ഹിഡുംബിയെ പാണ്ഡവരെ ഭക്ഷണത്തിനായി കൊണ്ടുവരാൻ നിയോഗിച്ചു. ഹിഡിംബി സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ പാണ്ഡവരുടെ അടുക്കൽ എത്തി. ഭീമനെ കണ്ട മാത്രയിൽ ഹിഡുംബിക്ക് ആ വീരനോട് പ്രണയം തോന്നുകയും അത് ഭീമനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഭീമനാകട്ടെ അവളുടെ ആവശ്യം നിരാകരിക്കുകയാണുണ്ടായത്. പിന്നീട് ഹിഡുംബനും ഭീമനും തമ്മിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമൻ ഹിഡുംബനെ വധിച്ചു. ഹിഡിംബി പിന്നീട് കുന്തിയെ സമീപിച്ച് ഭീമനെ വിവാഹം കഴിക്കണമെന്നു അഭ്യർത്ഥിച്ചു. ഭീമനും ഹിഡിംബിക്കും ഒരു മകൻ ജനിക്കുന്ന സമയം വരെ മാത്രമേ ഭീമൻ അവർക്കൊപ്പം ഉണ്ടാകൂ എന്ന നിബന്ധനയിൽ ഭീമൻ ഹിഡുംബിയെ വിവാഹം കഴിച്ചു. അപ്രകാരം ഹിഡിംബിക്കും ഭീമനും ജനിച്ച പുത്രനായിരുന്നു ഘടോൽകചൻ. ഭീമന്റെ പുത്രനായിരുന്നെങ്കിലും പഞ്ചപാണ്ഡവരുടെയെല്ലാം മാനസപുത്രനായി പാണ്ഡവർ അവനെ അംഗീകരിച്ചു. മഹാഭാരതയുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷത്തുനിന്ന് കൗരവരുടെ പകുതി സൈന്യത്തെ കൊന്നൊടുക്കിയ അതിബലവാനായ യോദ്ധാവായിരുന്നു ഘടോൽകചൻ. എന്നാൽ കർണൻ ഘടോൽകചനെ വധിച്ചു. കർണൻ അർജുനനെ വധിക്കുന്നതിനായി സൂക്ഷിച്ചു വച്ച ദിവ്യായുധമായ വേൽ ഉപയോഗിച്ചാണ് അതിശക്തനായ ഘടോൽകചനെ കർണൻ കീഴ്പ്പെടുത്തിയത്. എങ്കിലും നിലംപതിച്ചപ്പോൾ തന്റെ അതിഭീകരമായ ശരീരം കൊണ്ട് കൗരവരുടെ ഒരു അക്ഷൗഹിണി സൈന്യത്തെ മുഴുവൻ ഞെരിച്ചു കൊന്നിട്ടാണ് ഘടോൽകചൻ കാലപുരി പൂകിയത്.